എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു വോയിസ് ഓവറിട്ടാണ് ചെയ്യുന്നത്, ആദ്യമായിട്ടാണ്. അപ്പോൾ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വെള്ളം കുടി, അത് കഴിഞ്ഞൊരു ചെറിയ വർക്കൗട്ട്, അത് കഴിഞ്ഞ് വർക്കൗട്ട് കഴിഞ്ഞുള്ള വിയർത്ത് നിൽക്കുന്നൊരു ലുക്കാണിത്. പിന്നെ ഞാൻ രാവിലെ ഗ്രീൻ ടീ ആണ് കഴിക്കുന്നത്. അത് ഹെർബൽ ലൈഫിൻ്റെ എ ഫ്രഷ് എന്ന് പറയും. പിന്നെ ഇത് ഞാൻ ഇന്നലത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു വ്ളോഗിന് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ, ഒരു 3 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ ഉള്ള ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഓരോന്നോരോന്ന് ആലോചിച്ച് സമയം കളയുന്നതാണ്. ഞാനപ്പോൾ ഇത് ഇടാനായിട്ട് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ആലോചിച്ച് പിന്നെ ആവട്ടെ നാളെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളതാണിത് എന്നുള്ള രീതിയിൽ കാണിക്കാനാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടാണേലും എത്ര ആലോചിച്ചിട്ടാണേലും തുടങ്ങുക. ഒരു ആദ്യത്തെ 10 സെക്കൻഡ് ഞാൻ ചെയ്ത് നോക്കട്ടെ, അല്ലെങ്കിൽ 1 മിനിറ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങുക. അതേ ഇനിയിപ്പോൾ പറയാനുള്ളൂ. നമുക്കിപ്പോൾ ഇത് ജസ്റ്റ് ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു കോണ്ടൻറ്റ് ക്രിയേഷൻ എന്നല്ലാതെ നമുക്ക് പിൽക്കാലത്ത് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ലോസ്റ്റായി പോയാലും മെമ്മറി കാർഡോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള എന്ത് തന്നെയാണെങ്കിലും കാണാതെ പോയാലും നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു മെമ്മറി നമ്മൾ ക്രിയേറ്റ് ചെയ്തിടുകയാണ്. അപ്പം ഞാൻ ഓർത്തു, ഇത് എനിക്കിത് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കുറച്ച് മുടിയൊക്കെ കെട്ടി ചെറുതായിട്ടൊന്ന് മേക്കപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അതിലോട്ടൊക്കെ കടന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത്തിരി വലിഞ്ഞ് നീണ്ടു പോയിന്ന് എനിക്ക് തന്നെ ഇടയ്ക്ക് തോന്നിയായിരുന്നു. പിന്നെ ഞാൻ ആവണതാവട്ടെ, ആ സമയത്തുള്ള ചിന്ത മുഴുവൻ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ഇടണമെന്നായിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫും പ്ലസ് അതിനകത്ത് എല്ലാം എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രോക്രാസ്റ്റിനേറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളതുകൊണ്ട് എല്ലാം ഒന്നും എനിക്ക് അതിനകത്ത് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൽ പറ്റണ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വീട്ടിലെന്തൊക്കെയാണ് ചെയ്തത്, അതായത് വീഡിയോ എടുക്കണതിന് പകരം ആ സമയത്ത് തലയിൽ വരുന്ന ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്ലസ് സൈഡിൽ കൂടി അത് സ്റ്റാൻഡിൽ ഫോൺ സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു, എങ്ങാനും ഇട്ടാലോ എന്ന് വിചാരിച്ചിട്ട്. നേരിട്ട് സംസാരിക്കാനാണല്ലോ ബുദ്ധിമുട്ട്, അപ്പോൾ ക്യാമറേനെ ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്, നോക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെ മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒരു വീഡിയോ അങ്ങ് എടുത്ത് വെച്ചു, അവിടെ ഇവിടെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മെയിനായിട്ട് ഞാൻ എൻ്റെ ബേസിക് സ്കിൻ കെയർ, മോയ്സ്ചറൈസർ ഇട്ടിട്ട് സൺസ്ക്രീന് ചെറുതായിട്ടൊന്ന് കണ്ണെഴുതി പിരികം ബ്രൗസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടു, മുടിയൊക്കെ നല്ലപോലെ വാരി സെറ്റ് ചെയ്തു. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് പേഴ്സണലി നമ്മുടെ ഫ്ലോസ് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. മറ്റുള്ളവരുടെ നമ്മൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും, നമ്മുടെ അക്സെപ്റ്റ് ചെയ്യൽ വളരെ സമയം എടുക്കും. എനിക്കൊക്കെ അങ്ങനെയാണ് കുറച്ച്, എസ്പെഷ്യലി ഡെലിവറിക്കൊക്കെ ശേഷം നമുക്ക് നമ്മുടെ ബോഡിയും ഫേസിലെ വ്യത്യാസങ്ങൾ, ബോഡിയിലെ വ്യത്യാസങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് നാളുകൾ വേണ്ടി വന്നു എനിക്കൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു മോട്ടിവേഷനും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ജേണിയിലേക്ക് ഒന്നിച്ചു പോവാം. അപ്പോൾ ഡു ലൈക്ക്, സബ്സ്ക്രൈബ്.
അപ്പോൾ എൻ്റെ ഒരു ബേസിക് സ്കിൻ കെയർ ആണ് ഇപ്പോൾ കണ്ടത്, പ്ലസ് കുറച്ച് മേക്കപ്പ് എവറി ഡേ ലുക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ സെൻറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് രാവിലെ 8 മണിക്കൊരു ക്ലാസ് ഉണ്ട്, എഡ്യൂക്കേഷൻ സെഷൻ പോലെ, നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഇരുന്നത്. അപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി വീഡിയോ എടുത്തതും. അപ്പോൾ എനിക്ക് ഈ മേക്കപ്പ് ലുക്കിൻ്റെ കാര്യത്തിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. പിന്നെന്താ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് മെയിനായിട്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കമ്മൽ സിൽവറിൻ്റെയാണ്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഒന്ന് ഭംഗിയിലിരുന്നോട്ടെ എന്ന് വിചാരിച്ചു അത് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചു. അത് ഒരു സൈഡ് പെട്ടെന്ന് കയറി, വേഗം ഇടാൻ പറ്റി. മറ്റേ സൈഡ് എൻ്റെ കാതിന് ഇത്തിരി തട്ട് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കമ്മലൊക്കെ ഇടാൻ ഇച്ചിരി പാടാണ്. പ്ലസ് ഞാൻ ലെഫ്റ്റ് ഹാൻഡഡ് ആണ്. അപ്പോൾ എനിക്ക് ആ സൈഡ് ഇടാൻ എളുപ്പവും അടുത്ത സൈഡ് ഇടാൻ ഇച്ചിരി പാടുണ്ട്. അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന രംഗമാണ് ഇതിനകത്ത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സൈഡ് തന്നെ ഇട്ട്, ഈ സൈഡ് പെട്ടെന്ന് വന്നായിരുന്നു, നെക്സ്റ്റ് സൈഡ് ഭയങ്കര കുറേ നേരം എടുത്തു. അതിനകത്ത് ഞാൻ കുറേയൊക്കെ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ്. പിന്നെ എൻ്റെ കുറേ എക്സ്പ്രഷൻസൊക്കെ ഇതിൽ വരുന്നുണ്ട്, അതിടാൻ പറ്റാത്തത് കൊണ്ടുള്ളത്. ഇത് രാവിലത്തെ ചായയുടെ ബാക്കി കുടിക്കുന്നതാണ്. നമുക്ക് എഡ്യൂക്കേഷൻ സെഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ കുറച്ച് വെള്ളം കുടിക്കും. ഇത് സെഷനിൽ എന്താ നടക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഹിൻഡ് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇട്ടതാണ്. ജസ്റ്റ് നമ്മൾ ആൾക്കാരോട് സംസാരിക്കും. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ജേണിയിലുള്ളവരോട് അവരുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കും, എങ്ങനെയുണ്ട്. അതോടൊപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഷെയ്ക്കാണ്, അപ്പോൾ അത് കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വരും. അപ്പോൾ ഒരു 10:30 കഴിയും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അജണ്ട ഇവിടെ ഭയങ്കര ഹ്യൂമിഡിറ്റി കൂടുതലുണ്ട്. ഇപ്പോൾ ചൂടും കൂടി ആയത് കാരണം പെട്ടെന്ന് ഈച്ച വരും. ചെറിയ എന്തെങ്കിലും താഴെ വീണ അടിച്ചു വരെ ജസ്റ്റ് അത് പോവില്ല, അപ്പോൾ അത് തുടച്ചാൽ തന്നെ പോവുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പവർഫുള്ളായിട്ടുള്ളൊരു ഫിനോയിലൊക്കെ കണ്ടുപിടിച്ചെടുത്തുകൊണ്ട് വരുന്ന സീനാണിത്. ഞാൻ പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ കുക്കിങ് കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കിലായിരുന്നു. പിന്നെ എൻ്റെ ലുക്ക് തന്നെ കാണാമല്ലോ. നമ്മുടെ വീട്ടിലെ തിരക്കുകളുടെ ഇടയിലുള്ള സംഭവങ്ങളാണ് ഈ നടക്കുന്നത്. അപ്പോൾ ക്ലീനിങ് ആയിരുന്നു എൻ്റെ മെയിൻ ഇന്നത്തെ ടു ഡു ലിസ്റ്റിൽ. മൊത്തം ഇത് നല്ലപോലെ തുടച്ചിടണമെന്നായിരുന്നു. വൈറ്റ് ടൈലും കൂടി ആയത് കാരണം നല്ല പാടാണ് അത് നോക്കാനായിട്ട്.
പിന്നെ എന്തായാലും ഞാൻ ഇത് കാണിക്കല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ തന്നെ ടൈം ലാപ്സ് വേർഷനും കൂടി എടുത്തിട്ടു. അപ്പോൾ ഇതിനകത്ത് ഓടി നടക്കണതിൻ്റെ മോളാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴേക്കും എൻ്റെ അനിയത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത് ഇപ്പോൾ താൽക്കാലികമായിട്ട്. ബാക്കി എല്ലാവരും പല സമയങ്ങളായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവാറുള്ളവരുടെ ജോലി തിരക്ക്, പഠിപ്പിൻ്റെ തിരക്ക്, അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളാണ് സ്ഥിരം വീട്ടിലുള്ളവർ. അപ്പോൾ ഇതൊരു ക്ലീനിങ് ഡേ ആണ്. ക്ലീനിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ ഓൾറെഡി ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് നോമ്പാണ്, അപ്പോൾ ഈസ്റ്ററിൻ്റെ നോമ്പെടുത്തേക്കാണ്. അതിൻ്റെ ഇടയിൽ വാവൊക്കെ ഓൾറെഡി കൊടുത്താണ്. പിന്നെ ഒക്കെ പപ്പടമൊക്കെ കണ്ടപ്പോൾ ഒരു ഫാസിനേഷൻ കാരണം സൈഡിൽ നിൽക്കുകയാണ്. കഴിച്ചു കടന്നു. നല്ല ടേസ്റ്റാണ്. ചിക്കൻ്റെ ടേസ്റ്റാന്ന് തോന്നില്ലേ? യൂഷ്വലി ഞാൻ ചോറ് തിന്ന് കഴിഞ്ഞിട്ട് സപ്ലിമെൻറ്റ്സ് കുറച്ച് എടുക്കുന്നുണ്ട്. ഒമേഗ 3, പിന്നെ ബൈറ്റിൻ, കാൽഷ്യം, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. കൊള്ളാവോ? സൂപ്പർ. ഇതെന്ത് സാധന? ആ, സൂപ്പ് സൂപ്പറല്ലേ? പറയാവോ അങ്ങനെ? സൂപ്പ് സൂപ്പ് സൂപ്പറാണ്. പുതിയ വീടായതുകൊണ്ട് തന്നെ കുറച്ച് ചെടിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നനയ്ക്കും. പിന്നെ വൈകിട്ട് 8 മണിക്കൊരു സെഷനുണ്ട്. അതുകൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരും. എൻ്റെ സെൻറ്റർ വന്നിട്ട് എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്ന ഒരു ഇതേ ഉള്ളൂ. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് തിരിച്ച് വിളിച്ചു. അത് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം അത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.